ശബരിമല യുവതീ പ്രവേശനം വീണ്ടും ചർച്ചയാകുമ്പോൾ നിർണായകമായി മറ്റൊരു കേസ്. ശബരിമലയടക്കം സംസ്ഥാനത്തെ 7 പ്രമുഖ ക്ഷേത്രങ്ങളുടെ ചുമതല പ്രത്യേക സമിതിക്ക് നൽകണമെന്ന ശുപാർശയോടെ ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി 18 വർഷം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയെന്നാണ് ഹർജിക്കാർ ആരോപിച്ചത്. അതേസമയം ശബരിമല ക്ഷേത്രത്തിന് മേൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള അധികാരം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള പന്തളം കൊട്ടാരത്തിന്റെ ഹർജി സുപ്രീം കോടതി അടുത്ത മാസം 5-ന് പരിഗണിക്കാൻ മാറ്റി. ഇന്നലെ ജസ്റ്റിസ് മോഹൻ എം ശാന്തൻ ഗൌഡർ അധ്യക്ഷനായ ബെഞ്ചാണ് രേവതി തിരുനാൾ രാമവർമ്മ രാജ സമർപ്പിച്ച ഹർജി പരിഗണിച്ചത്. ഉന്നതാധികാര സമിതി 1990 ഓഗസ്റ്റ് 31-ന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ക്ഷേത്ര ഭരണത്തിൽ സുതാര്യതയും ഭക്തരുടെ അവകാശവും ഉറപ്പുവരുത്താൻ രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി പ്രത്യേക സമിതി രൂപീകരിക്കുകയാണ് പരിഹാരമെന്നും വാദിഭാഗം ചൂണ്ടിക്കാട്ടി. 2007-ൽ സമർപ്പിച്ച ഹർജിയാണ് ശബരിമല യുവതീ പ്രവേശന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി കോടതിക്ക് മുന്നിലെത്തിച്ചത്. യുവതീ പ്രവേശനത്തിന് പിന്നാലെ ശുദ്ധിക്രിയ നടത്തിയതിന് തന്ത്രിയോട് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചതിനെ പന്തളം കൊട്ടാരം വിമർശിച്ചിരുന്നു. റിപ്പോർട്ട് പ്രകാരമുള്ള സമിതിയിൽ രാഷ്ട്രീയ നിയമനം അനുവദിക്കുന്നില്ല. ദേവസ്വം ബോർഡിനെ ഒഴിവാക്കുന്ന പക്ഷം ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ ഭരണത്തിൽ നിന്നും മുക്തമാകും. 1990-ലെ റിപ്പോർട്ടിനെ പറ്റിയും അന്നത്തെ ദേവപ്രശ്നത്തെ പറ്റിയും താൻ കേട്ടിട്ടുണ്ടെന്നും ജസ്റ്റിസ് ചാന്ദന ഗൌഡർ പറഞ്ഞു. കർണാടക സ്വദേശിയായ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ കേസ് സംബന്ധിച്ച യാതൊരു രേഖകളും ഹാജരാക്കാൻ സർക്കാരിനായില്ല. ഒരു കേസ് കെട്ടും ഇല്ലാതെയാണ് സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നടത്തിയത്. നിലവിൽ ഹൈക്കോടതി ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തടിയൂരാനായിരുന്നു ശ്രമം. സെക്രട്ടേറിയറ്റിലും ദേവസ്വം ബോർഡിന്റെ ഓഫീസുകളിലും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലും പരതിയെങ്കിലും പഴയ റിപ്പോർട്ട് അടങ്ങിയ ഫയൽ കിട്ടിയില്ല. ഹർജിക്കാരുടെ ഫയൽ വാങ്ങി പകർപ്പെടുക്കുകയാണ് ഇനിയുള്ള വഴി. ഈ ഫയലിംഗ് നിലവിൽ വന്നതിനാൽ വളരെ പഴയ ഫയലുകളെല്ലാം സൂക്ഷിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഏത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി നേരത്തെ അറിയിച്ചിരുന്നു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടണം. സർക്കാർ പിടിവാശി ഒഴിവാക്കിയാൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മണ്ഡലകാലത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ ആവർത്തിക്കരുതെന്നും പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗം ശശികുമാര വർമ്മ പറഞ്ഞു. ശബരിമലയിൽ ദേവസ്വം ബോർഡിനും അപ്പുറം ഒരു ഉന്നതാധികാര സമിതി വേണമെന്നുള്ള ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ശശികുമാര വർമ്മയും കൊട്ടാരം സെക്രട്ടറി നാരായണ വർമ്മയും പ്രതികരിച്ചു. നിലവിൽ ദേവസ്വം ബോർഡ് മാത്രം പോരാ, ദേവസ്വം ബോർഡിനും അപ്പുറം ഒരു ഉന്നതാധികാര സമിതി കൂടി വേണം. ദേവസ്വം ബോർഡിന് മുകളിൽ ഒരു സ്വതന്ത്ര ബോഡി കൂടി വേണം. ശബരിമലയിൽ ഉന്നതാധികാര സമിതി വേണം എന്നാവശ്യപ്പെട്ടുള്ള 2007-ലെ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആ അപ്പീൽ ഒന്നുകൂടി പ്രസന്റ് ചെയ്യാനാണ് കൊട്ടാരം ആലോചിക്കുന്നത്. 1990-ൽ ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ഈ കാര്യത്തിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. 1999-ൽ മകരജ്യോതി ദിനത്തിലുണ്ടായ വൈദ്യുതി അപകടം അന്വേഷിച്ച ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ കമ്മീഷനും ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനുമെല്ലാം ശബരിമലയിൽ ഉന്നതാധികാര സമിതി വേണമെന്ന ശുപാർശ നൽകിയിട്ടുണ്ട്. ഈ ശുപാർശയെല്ലാം ഫയലിൽ ഉറങ്ങുകയാണ്. ഈ ശുപാർശയും അപ്പീലും സുപ്രീം കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനാണ് പന്തളം കൊട്ടാരം ഒരുങ്ങുന്നത്. 1990-ൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊട്ടാരം പഠിക്കുകയാണ്. ദേവസ്വം ബോർഡിന് മുകളിലുള്ള ഈ സമിതിയിൽ പന്തളം കൊട്ടാരം പ്രതിനിധികൾ, താഴ്മൺ തന്ത്രി കുടുംബം, ഭക്തജന പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളായിരിക്കണം. ഉന്നതാധികാര സമിതിയിൽ മറ്റാരംഗമായാലും ഈ 3 വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വേണം. അത് കൊട്ടാരത്തിന് നിർബന്ധമുണ്ടെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.